മകന്നാൾ കൊട്ടിയൂർ പെരുമാളിന് നീരെഴുന്നള്ളത്ത്. തൃച്ചെറുമന എന്ന കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് നീരെഴുന്നള്ളത്ത് എന്ന ചടങ്ങോടുകൂടിയാണ് തുടക്കമാകുന്നത്. നീരെഴുന്നള്ളത്തിന് അടിയന്തര യോഗക്കാരും ആചാരസ്ഥാനികരും ഊരാളന്മാരും ഏഴിലക്കാരും സമുദായിയുടെയും ജന്മശാന്തിയുടെയും നേതൃത്വത്തിൽ അക്കരെ സന്നിധാനത്തെത്തുന്നു. കൈലാസമറിയാതെ കൈവഴികൾ പിരിയാതെ കൈവന്ന ഭാഗ്യമീ പുണ്യതീർത്ഥം മാവലി ദേവി വാങ്മയി. ഓളത്തിൽ താളത്തിൽ ഓംകാരമന്ത്രം. നീരെഴുന്നള്ളത്ത് ദിനത്തിൽ സമുദായിയും ജന്മശാന്തിയും ചേർന്ന് അഷ്ടബന്ധത്താൽ മൂടിയ സ്വയംഭൂവിൽ ബാവലി തീർത്ഥം അഭിഷേകം ചെയ്യും. ആചാരപ്രകാരം അടിയന്തര യോഗക്കാരും സമുദായിയും ജന്മശാന്തിയും ആചാരസ്ഥാനികരും അക്കരെ കൊട്ടിയൂരിലെ സന്നിധാനത്ത് പ്രവേശിക്കുന്ന ആദ്യ ചടങ്ങാണ് നീരെഴുന്നള്ളത്ത്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രനടയിലും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയായ മന്നഞ്ചേരിയിലും തണ്ണീർക്കുടി ചടങ്ങോടെയാണ് നീരെഴുന്നള്ളത്ത് നടക്കുക. കൈലാസനാഥ നമസ്തേ, കൊട്ടിയൂരപ്പ നമസ്തേ. കോട്ടയം തെരൂർക്കുന്നിൽ നിന്ന് മണിയൻ ചെട്ടിയാൻ്റെ നേതൃത്വത്തിലുള്ള വിളക്കുതിരി സംഘം രാവിലെ ഇക്കരെ കൊട്ടിയൂരിലെത്തി. മേടമാസത്തിലെ വിശാഖം നാളിലെ പ്രക്കൂഴം എന്ന ചടങ്ങോടെയാണ് വൈശാഖ മഹോത്സവത്തിൻ്റെ നാൾ കുറിച്ചത്. ഒരു തുള്ളി അറിയാതെ തൊട്ടുപോയാൽ പാരിൽ. പ്രക്കൂഴം നാളിൽ ഇക്കരെ കൊട്ടിയൂരിലെ 1000 വില്ലുകാർക്കാവ് എന്ന ആയില്യാർക്കാവിൽ ഗൂഢപൂജകൾ നടന്നു. പടിഞ്ഞീറ്റ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ആയില്യാർക്കാവിൽ അപ്പട നിവേദ്യം എന്ന ചടങ്ങ് പ്രക്കൂഴം നാളിൽ നടന്നു. പുണ്യമുണ്ടോ ഒന്നു ഞാൻ നിന്നിൽ കുളിച്ചു വന്നാൽ പിന്നെ. പ്രക്കൂഴം നാൾ മുതലാണ് നെയ്യമൃതുകാർ വ്രതം തുടങ്ങുന്നത്. നീരെഴുന്നള്ളത്ത് നാളിലും ആയില്യാർക്കാവിൽ പൂജകളുണ്ട്. അതിനുശേഷമാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നത്. ജൂൺ 8-നാണ് വൈശാഖ മഹോത്സവം തുടങ്ങുന്നത്. ജൂലൈ 4-ന് തൃക്കലശാട്ടോടുകൂടി സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.
ശരി പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.